അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് റെസിപ്പി അല്ല കേട്ടോ, കുറച്ചധികം കുക്കിംഗ് ടിപ്സാണ്. ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കുക്കിംഗ് ടിപ്സാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാം ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനെപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് മയോണൈസ് ലൂസായി പോയാൽ അത് തിക്കാക്കി എടുക്കാനുള്ള ടിപ്പാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴായിട്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ലൂസായി പോവാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലെ എണ്ണ സ്ലോ ആയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ തിക്കായി വരാറുണ്ട്. അപ്പോൾ അത് തിക്കായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം റണ്ണിങ് ചെയ്തെടുക്കരുത്. പിന്നെ നമുക്കത് എന്തായാലും തിക്കായി കിട്ടില്ല, അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞൊക്കെ വരും. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ബ്ലെൻഡർ നല്ലോണം ചൂടായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരിക്കലും ചൂടോടെ ഒരുപാട് നേരം റണ്ണിങ് ചെയ്യരുത്. പിന്നെ നമ്മൾ എണ്ണ സ്റ്റെപ്പായിട്ട് ഒഴിച്ചു കൊടുത്ത് അങ്ങനെയും ചെയ്യാറുണ്ടല്ലോ, അപ്പോഴും നമുക്ക് തിക്കായി കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് മുട്ടയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ വലിയ ജാറല്ലേ, അപ്പോൾ എനിക്ക് തിക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നമ്മുടെ ചെറിയ ബ്ലെൻഡറിലിട്ടിട്ടും ഞാൻ ചെയ്ത് നോക്കി. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ ബ്ലെൻഡറോടെ തന്നെ ഫ്രീസറിൽ വെച്ച് ഒരു അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ചത് നല്ല കോൾഡായിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയി നല്ല കോൾഡായി വന്നപ്പോൾ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ നല്ല തിക്കായിട്ട് വന്നു. അപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ഞാനിത് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് നല്ല യൂസ്ഫുള്ളായി വന്നപ്പോൾ ഒരുപാട് പേര് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കമൻസൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇനി മയോണൈസ് ലൂസായാൽ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് എണ്ണ കഴിക്കാൻ പറ്റാത്തവർക്കുള്ളൊരു ടിപ്പാണ്. അപ്പം നമുക്ക് എണ്ണയില്ലാതെയും നമുക്ക് പപ്പടം പൊള്ളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഉപ്പിട്ട് കൊടുക്കുക. അത് ഉപ്പ് നല്ല ചൂടായ ശേഷം നമ്മൾ പപ്പടം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി പൊള്ളി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ പൊള്ളിച്ചെടുക്കാം. പണ്ടൊക്കെ കനലിലിട്ടിട്ട് ചുട്ടെടുക്കാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഒരു ഉപ്പ് പൊടിയൊക്കെ നല്ലോണം തട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്, ഇതിൽ നിന്ന് മാറ്റാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ പുള്ളി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം എണ്ണ കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ സേവനാഴിക്കകത്ത് ഇതുപോലുള്ള സേവനാഴിയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കാൽഭാഗം കൂടുതലും മാവ് കുടുങ്ങി കിടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ തുറന്നതിലോട്ട് മാവ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താലും കാൽഭാഗത്തിൽ കൂടുതൽ തന്നെ കുടുങ്ങിക്കിടക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ പിന്നെ മാവ് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് കയറി വന്നിട്ട് പിന്നെ നമുക്ക് വീണ്ടും നിറച്ച് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു കണ്ടെയ്നറിൻ്റെ എന്തെങ്കിലും ഒരു മൂടി എടുത്തിട്ട് കറക്റ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സേവനാഴി ഇതിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് മാർക്കാക്കി കൊടുക്കുക. അതിൻ്റെ സൈസ് കറക്റ്റ് ആവണം. പിന്നെ അതുപോലെ നമുക്ക് ഇതിന് പകരം ഇങ്ങനെയുള്ള ഈ ഒരു അച്ചുണ്ടല്ലോ, നമ്മുടെ സേവനാഴിക്കകത്തുള്ള സെയിം സൈസിലുള്ള അച്ചാണെങ്കിൽ അതും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതുപോലെ മാർക്കിട്ട് കൊടുത്തിട്ട് ഇത് കണ്ടെയ്നറിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് ലിഡ് നമുക്ക് മാർക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ നല്ലോണം കറക്റ്റായിട്ട് മാർക്ക് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സൈസ് കുറച്ചും കൂടി വലുതായാൽ പിന്നെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സേവനാഴിയൊക്കെ സ്പോയിലാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ നല്ലോണം പിന്നെ ശക്തി ഉപയോഗിച്ച് പ്രസ് ചെയ്തെടുക്കുമ്പോൾ. അതുപോലെ ഇതിൻ്റെ സൈസ് ചെറുതായാൽ പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മാവ് മുകളിലോട്ട് കയറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റാക്കി എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെയുള്ള ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു അച്ച് നമുക്ക് ഇത് വാങ്ങുമ്പോൾ കുറേ രീതിയിലുള്ളതൊക്കെ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ മാവ് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് അല്ലെങ്കിൽ ആ ഒരു അച്ചാണെങ്കിലും മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് മാവ് കുടുങ്ങി കിടക്കാതെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തപ്പോൾ ഒരുപാട് പേര് യൂസ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ചൂടുള്ള മാവിലോട്ട് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കുന്നത് നല്ലതാണോ എന്ന്. പക്ഷേ ചൂടില്ലല്ലോ മാവിന്. നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നുണ്ടെങ്കിലും നല്ലോണം ചൂടോടൊന്നുമല്ല ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു അച്ചു വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് മാവ് കുടുങ്ങി കിടക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആക്ച്വലി ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത ടിപ്പാണ് കേട്ടോ, തസ്നീസ് കിച്ചണ്. അപ്പോൾ എനിക്കിത് ഒത്തിരി യൂസ്ഫുള്ളായി ഈ ഒരു ടിപ്പ്. അപ്പോൾ ഇനി ഞാൻ ഷെയർ ചെയ്യുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ തേങ്ങ ഒന്ന് വറുത്ത് വെച്ചാൽ, അപ്പോൾ ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്, അത് ഞാൻ പറയാം എന്താണെന്ന്. അപ്പോൾ ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 മാസം നമുക്ക് സ്റ്റോർ ചെയ്യാം, ഫ്രിഡ്ജിലൊന്നും അല്ലാതെ തന്നെ. പക്ഷെ നനഞ്ഞ സ്പൂണൊന്നും യൂസ് ചെയ്യാതിരുന്നാൽ മതി. അതുപോലെ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് 6 മാസം കൂടുതൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അത്യാവശ്യ കറികൾക്കൊക്കെ യൂസ് ചെയ്യാം ഇത്. അപ്പോൾ ഞാനതൊക്കെ പറയാം. അതുപോലെ നാട്ടിൻ പുറത്തുള്ളവരാണെങ്കിൽ നമുക്ക് ഒരുപാട് തേങ്ങയൊന്നും നമുക്ക് കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വെക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 തേങ്ങ വെച്ചിട്ട് ആദ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിരകിയ 4 തേങ്ങ വെച്ചിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് വറുക്കുക. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് വേറെ 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ, ഒന്ന് മൂത്ത് വരുമ്പോൾ, തേങ്ങ നമുക്കറിയാമല്ലോ ഒരു മൂത്ത് വരുന്ന പരുവം, കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു അളവിൽ 3 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വീണ്ടും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10-15 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല ഡാർക്ക് ഗോൾഡൻ കളറൊക്കെ, ഒരു ചെറിയൊരു റെഡ് കളറൊക്കെ ഉള്ള പോലെ ആയിട്ട് വരും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന്, ഇടയ്ക്ക് മീഡിയം ഫ്ലെയിം, അതുപോലെ തീ കൂടുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നമുക്ക് തേങ്ങ ചിരകിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ വറുത്തരച്ച കറിക്കൊക്കെ നമുക്കിത് ഏറ്റവും യൂസ്ഫുള്ളാണ്. അല്ലാതെയും നമ്മൾ ചിക്കൻ കറിക്കാണെങ്കിലും മുട്ടക്കറിക്കൊക്കെ ഈ ഒരു വറുത്ത തേങ്ങ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സാമ്പാറൊക്കെ നമ്മൾ റെഡിമെയ്ഡ് സാമ്പാർ പൗഡറൊക്കെ വാങ്ങിയിട്ട് ചെയ്യുന്നതിനും ഈ ഒരു വറുത്ത തേങ്ങ കുറച്ച് അരച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് നമുക്ക് എല്ലാ കറിക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുറം നാട്ടിലുള്ളവർക്കാണ് ഇത് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നുന്നത്. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചധികം തന്നെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് ഇങ്ങനെയുള്ള തേങ്ങ എടുക്കും, അല്ലാത്ത നമ്മൾ ചിരകിയിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന തേങ്ങയാണെങ്കിൽ നമ്മളതിൻ്റെ തൊണ്ടൊക്കെ മാറ്റിയിട്ടാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ കൂടുതലൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഫ്രീസറിലാണെങ്കിൽ നമ്മൾ ചിരകിയിട്ട് വെച്ചാലും അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കറി വെക്കാനും പറ്റുമല്ലോ. ഫ്രീസറിൽ വെച്ച തേങ്ങയാകുമ്പോൾ അത് നമുക്ക് റൂം ടെമ്പറേച്ചറിലാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ കറിയും ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് കറിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ടേസ്റ്റിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത കറി. ഞാൻ മിനിയാന്നോ ഇന്നലെയോ എന്തോ ഞാൻ മുട്ടക്കറിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാസർഗോഡൻ സ്റ്റൈലിൽ, അപ്പോൾ അതിനൊക്കെ ഈ ഒരു തേങ്ങയൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ചിക്കൻ കറിക്കാണെങ്കിലും ഇങ്ങനെയുള്ള തേങ്ങയൊക്കെ അതിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്നുണ്ട് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റുക, എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ മാറ്റാം കേട്ടോ. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നല്ലൊരു കണ്ടെയ്നറിലിട്ടിട്ട് സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യുന്ന ടിപ്പ്, നമുക്ക് പലപ്പോഴായിട്ട് പറ്റാറുള്ളതാണ് പാല് പിരിഞ്ഞു പോകുന്നത്. പലപ്പോഴും നമ്മൾ പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ പിരിഞ്ഞു പോവാറുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ സമയം ഒരിച്ചിരി വൈകിയാലും നമ്മൾ ഫ്രിഡ്ജിലോട്ടൊക്കെ വെക്കാൻ ഒരിച്ചിരി വൈകിയാലൊക്കെ ഇതുപോലെ പിരിഞ്ഞ് പോകാറൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ പിരിഞ്ഞ പാല് പലപ്പോഴും നമ്മൾ കളയാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പനീർ ഉണ്ടാക്കിയെടുക്കുന്നത് പാല് പിരിയിച്ചിട്ടാണ്. അതിലോട്ട് വിനീഗർ ചേർത്തിട്ട് പിരിയിച്ചിട്ട് പനീർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ പല സംഭവങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പിരിഞ്ഞ പാലിലോട്ട് ഒരിച്ചിരി വിനീഗർ, ഓൾറെഡി ഇത് പിരിഞ്ഞതാണ്, അപ്പോൾ നല്ലോണം പിരിയാനായിട്ട് ഒരിച്ചിരി വിനീഗറൊക്കെ ചേർത്തിട്ട് നമുക്ക് പനീർ ഉണ്ടാക്കിയെടുക്കാം ഓൾറെഡി. അപ്പോൾ പനീറിന് പകരം നമുക്ക് അത്രയും ഷേപ്പാക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലുള്ള ഈ ഒരു പിരിഞ്ഞ സംഭവം,
അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് മസാലയിലോട്ടൊക്കെ ഇതിൻ്റെ വെള്ളമൊക്കെ പോയ ശേഷം നമുക്ക് മസാലയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം ചിക്കന് പകരം. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ അകത്തൊക്കെ റോൾ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലൊരു സംഭവമാണിത് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പേട, മലായി പേടയാണ്. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അധികം പണിയൊന്നുമില്ല ചെയ്യാൻ, അതുപോലെ ഒരുപാട് ചേരുവകളൊന്നും ചേർത്ത് കൊടുക്കേണ്ടതുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിതുപോലെ നല്ല പേടയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ചൈനാഗ്രാസും ജെലാറ്റിനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ചൈനാഗ്രാസിന് പകരം ജെലാറ്റിൻ ചേർക്കുന്നെങ്കിൽ എത്ര ചേർക്കണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കുറേ പേർക്കുള്ള ഡൗട്ടാണ് ചൈനാഗ്രാസും ജെലറ്റിനും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ ചൈനാഗ്രാസിന് പകരം ജെലറ്റിൻ യൂസ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ ജെലറ്റിന് പകരം ചൈനാഗ്രാസ് യൂസ് ചെയ്യാൻ പറ്റുമോ, അത് എത്ര യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയൊക്കെ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ചൈനാഗ്രാസും ജെലറ്റിനും എല്ലാവർക്കും അറിയാം, ഇത് നമ്മൾ ഒരുപാട് പുഡിങ്ങിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ജെലറ്റിൻ അല്ലെങ്കിൽ ചൈനാഗ്രാസ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്, ഇതൊരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പുഡിങ്ങിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ജെലറ്റിൻ തന്നെയാണ്. ആ ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ജെലറ്റിൻ തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമുക്ക് ഹലാലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കൊക്കെ ഏറ്റവും നല്ലത് ചൈനാഗ്രാസ് ആണ്. ഈ ഒരു ജെലറ്റിൻ എന്ന് പറയുന്നത് ഒരു മൃഗത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊക്കെ ഏറ്റവും നല്ലത് ചൈനാഗ്രാസ് ആണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മുസ്ലിംസിനൊക്കെ ഇങ്ങനെ ഹലാലായിട്ടൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചൈനാഗ്രാസ് ആണ് നല്ലതെന്ന് പറഞ്ഞത്. അങ്ങനെ ഹലാലായിട്ട് യൂസ് ചെയ്യാത്തവർക്കൊക്കെ ജെലറ്റിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടുതലും എനിക്ക് വരാറുള്ള കമൻറ്റാണ്, ഇപ്പോൾ ചൈനാഗ്രാസ് യൂസ് ചെയ്തിട്ടുള്ള പുഡിംഗ് ആണെങ്കിൽ ചൈനാഗ്രാസ് ഇല്ല ജെലറ്റിൻ യൂസ് ചെയ്യാൻ പറ്റുമോ, ജെലറ്റിൻ ആണെങ്കിൽ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പോൾ ജെലറ്റിൻ ചെയ്തിട്ടുള്ള പുഡിംഗ് ആണെങ്കിൽ ജെലറ്റിൻ ഇല്ല, അതിന് പകരം ചൈനാഗ്രാസ് യൂസ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കണം തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു റെസിപ്പി കാണുമ്പോൾ നമ്മൾ ഇത് കൊള്ളാലോ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ജെലറ്റിൻ ആണോ ചൈനാഗ്രാസ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ടാണ് കൂടുതൽ പേരും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. ജെലറ്റിൻ ആണെങ്കിൽ അതിന് പകരം എത്ര ഗ്രാം നമുക്ക് ചൈനാഗ്രാസ് എടുക്കണം, അല്ലെങ്കിൽ ചൈനാഗ്രാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ അതിന് പകരം ജെലറ്റിൻ യൂസ് ചെയ്യാം, പക്ഷേ എത്ര ടേബിൾ സ്പൂൺ ജെലറ്റിൻ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ 8 ഗ്രാമിൻ്റെ ചൈനാഗ്രാസാണ് ഒരു പുഡിങ്ങിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനു പകരം എത്ര ജെലറ്റിൻ ചേർക്കാമെന്ന് വെച്ചാൽ 2.5 ടേബിൾ സ്പൂണാണ് 8 ഗ്രാം ചൈനാഗ്രാസിന് പകരം ചേർത്ത് കൊടുക്കേണ്ടത്. 2.5 ടേബിൾ സ്പൂൺ. 2.5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഗ്രാം വൈസ് നോക്കുകയാണെങ്കിൽ 20 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ 8 ഗ്രാമിന് നമ്മൾ 2.5 ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ് സ്പൂണിലാണ് 2.5 ടേബിൾ സ്പൂൺ ജെലറ്റിൻ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ 10 ഗ്രാമിൻ്റെ ചൈനാഗ്രാസാണ് ഒരു പുഡിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് പകരം ജെലറ്റിൻ ചേർക്കണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ജെലറ്റിനാണ് 10 ഗ്രാം ചൈനാഗ്രാസ് പാക്കറ്റിന് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ 8 ഗ്രാമിന് 2.5 ടേബിൾ സ്പൂണും 10 ഗ്രാമിന് 3 ടേബിൾ സ്പൂണും ജെലറ്റിനാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇത് ഗ്രാം വൈസ് നോക്കുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 25 ഗ്രാമാണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ 25 ഗ്രാം എന്ന് പറയുമ്പോൾ മെഷർമെൻറ്റ് ടേബിൾ സ്പൂണിൽ 3 ടേബിൾ സ്പൂണാണ്. അപ്പോൾ 25 ഗ്രാം എന്ന് പറയുമ്പോൾ 50 ഗ്രാമിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. പക്ഷേ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് പുഡിങ് കറക്റ്റ് സെറ്റായി കിട്ടില്ല. മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആ ഒരു ഗ്രാം വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ആ ഒരു രീതിയിൽ കറക്റ്റ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് തിരിച്ചും യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ജെലറ്റിനാണ് യൂസ് ചെയ്തിട്ടുള്ളൊരു പുഡിംഗ് ആണെങ്കിൽ അതിൽ 3 ടേബിൾ സ്പൂൺ എന്നുണ്ടെങ്കിൽ 10 ഗ്രാം ചൈനാഗ്രാസ് എടുക്കുക. അതുപോലെ 2.5 ടേബിൾ സ്പൂൺ ആണുള്ളതെങ്കിൽ 8 ഗ്രാമിൻ്റെ ചൈനാഗ്രാസ് എടുക്കുക. അതുപോലെ ചില റെസിപ്പിയിൽ 20 ഗ്രാം ജെലറ്റിൻ അല്ലെങ്കിൽ 25 ഗ്രാം ജെലറ്റിൻ, അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ 20 ഗ്രാം ആണെങ്കിൽ 8 ഗ്രാമിൻ്റെ ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കുക. 25 ഗ്രാമാണ് അതിൽ ഉള്ളതെങ്കിൽ
10 ഗ്രാമിൻ്റെ ചൈനാഗ്രാസ്. അപ്പോൾ ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ ചൈനാഗ്രാസ് പൗഡറും വരുന്നുണ്ടല്ലോ ഇപ്പോൾ, അതാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഇപ്പോൾ ഒരു 8 ഗ്രാമിൻ്റെ ചൈനാഗ്രാസ് ചേർത്തിട്ടുള്ള ഒരു പുഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 2.5 ടേബിൾ സ്പൂണ് ചൈനാഗ്രാസ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ജലറ്റിൻ്റെ സെയിം മെഷർമെൻ്റ് ആണ് കേട്ടോ ചൈനാഗ്രാസ് പൗഡർ. അതുപോലെ 10 ഗ്രാമിൻ്റെ ചൈനാഗ്രാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ 3 ടേബിൾ സ്പൂണ് ചൈനാഗ്രാസ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ജലറ്റിന് പകരം ചൈനാഗ്രാസ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രയാണ് ജലറ്റിൻ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു സെയിം ടേബിൾ സ്പൂൺ ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് ചൈനാഗ്രാസ് പൗഡർ ആണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇത് ചെയ്യേണ്ട രീതിയൊക്കെ അറിയാമല്ലോ, നമുക്ക് ഒരുപാട് പുഡിംഗ് റെസിപ്പിയിലൊക്കെ കാണാറുള്ളതല്ലേ. ചൈനാഗ്രാസ് ആണെങ്കിൽ കുതിർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, ജലറ്റിൻ ആണെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുക്കണം. അപ്പോൾ ആ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അതുപോലെ ചൈനാഗ്രാസ് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ജസ്റ്റ് ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് അതിൻ്റെ പാക്കറ്റ്സിൽ തന്നെ ഉണ്ടാവും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിൻ്റെ ജലറ്റിൻ്റെ കാര്യം 25 ഗ്രാം 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത് ഞാൻ കറക്റ്റ് മെഷർ ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ, ഈ ഒരു മെഷറിങ് സ്കെയിലിൽ മെഷർ ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു റെസിപ്പി നോക്കുമ്പോൾ അതിൽ 25 ഗ്രാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിം 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ അത് ശരിയാവില്ല. ഓരോന്നിനും ഓരോ രീതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ജെലറ്റിനാണ് 25 ഗ്രാം 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത്. വേറെ എന്തെങ്കിലും നോക്കുമ്പോൾ അതിൽ വ്യത്യാസം വരും. അപ്പോൾ ഓരോന്നിനും ഗ്രാം വൈസ് നോക്കുമ്പോൾ ഓരോന്നിനും ഓരോ രീതിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ടിപ്പൊക്കെ ഞാൻ പിന്നെ ഇനിയും അപ്ലോഡ് ചെയ്യാം. നമ്മൾ മൈദയും അതുപോലെ പഞ്ചസാരയും ഒക്കെ നമ്മൾ കപ്പിലെടുക്കുന്നതും ഗ്രാം വൈസ് നോക്കുമ്പോഴും ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് റോസ് പെറ്റൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോസ് പെറ്റൽസൊക്കെ നമുക്ക് ഒരുപാട് ഡെസേർട്ടിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്, മിൽക്ക് കേക്കിനും ഡെസേർട്ടിനും ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള റോസ് പെറ്റൽസ് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ റോസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി നമ്മൾ കേക്ക് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ റോസൊക്കെ ചിലപ്പോൾ ബാലൻസൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ റോസൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് റോസ് പെറ്റൽസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള റോസ് എടുത്തിട്ട് റെഡ് ആണെങ്കിലും പിങ്ക് ആണെങ്കിലും ഇതിൻ്റെ ഇതളൊക്കെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പെറ്റൽസൊക്കെ എടുത്തിട്ട് റെഡും എടുക്കാം, പിങ്കും ആണെങ്കിൽ പിങ്കും എടുക്കാം, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ പെറ്റൽസ് എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് റോസ് എടുക്കുക, റോസ് ഫ്ലവർ എടുക്കുക. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ പെറ്റൽസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളം അതിൽ നിന്ന് സ്ട്രെയിനായി കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം നിരത്തി വെച്ചിട്ട് വെയിലത്ത് വെച്ച് 2-3 ദിവസം ഉണക്കിയെടുക്കുക. ഇതിപ്പോൾ നല്ലോണം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള പെറ്റൽസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ ഇതുപോലെ നന്നായി ഉണങ്ങി കിട്ടും. ഇത് നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അത്രയും നല്ലോണം ഉണങ്ങി കിട്ടുന്നുണ്ട്. അതുപോലെ പിങ്കും റെഡും ഒക്കെ നമുക്ക് എടുക്കാം. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്താൽ മതി. നമുക്ക് ഡെസേർട്ടിനും അതുപോലെ മിൽക്ക് കേക്കിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ഡ്രൈ റോസ് പെറ്റൽസ് കുറേ ഡെസേർട്ടിനും യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒരു കണ്ടെയ്നറിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. ചെറുതായിട്ടും വലുതായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിൽ റോസൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ റോസൊക്കെ ഫ്ലവറൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് നമ്മൾ കളയാറല്ല. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്